ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോൾ മഴ കണ്ട മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോൺമൗത്ത് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും 4 ഗോൾ വീതം നേടി. ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ യുണൈറ്റഡാണ് ആദ്യം ഗോൾ നേടിയത്. 13-ാം മിനിറ്റിൽ ഡയല്ലോ ആദ്യ ഗോൾ നേടി ഗോളടിക്ക് തുടക്കമിട്ടു. 40-ാം മിനിറ്റിൽ തിരിച്ചടിച്ച് ബോൺമൗത്ത്. സാമീന്യോ ആണ് സമനില ഗോൾ നേടിയത്. എന്നാൽ ഹാഫ് ടൈമിന് 45-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിൽ കസമീറോ ഗോൾ നേടി യുണൈറ്റഡിന് ലീഡ് കൊടുത്തു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ തിരിച്ചടിച്ച് ബോൺമൗത്ത് മറുപടി കൊടുത്തു. ഇവാൻസണിലൂടെ 46-ാം മിനിറ്റിലാണ് സമനില ഗോൾ വന്നത്. എന്നാൽ 52-ാം മിനിറ്റിൽ ടാവനേറിയന്റെ ഫ്രീ കിക്ക് ഗോളിൽ ലീഡ് നേടി ബോൺമൗത്ത്. ഫ്രീ കിക്ക് മറുപടി എന്ന രീതിയിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ മഴവില്ലഴകുള്ള ഗോളിൽ ഒപ്പമെത്തി യുണൈറ്റഡ്. കളിയുടെ 79-ാം മിനിറ്റിൽ കൻഹയിലൂടെ ലീഡ് പിടിച്ച് യുണൈറ്റഡ്. പക്ഷേ ആ ലീഡിന് അധികം നേരം ആയുസ് ഉണ്ടായിരുന്നില്ല. 84-ാം മിനിറ്റിൽ കൂപ്രി കൂടി ഗോളടിച്ച് ബോൺമൗത്ത് ഒപ്പമെത്തി. മത്സരത്തിനുടനീളം 25 ഷോട്ടുകളാണ് യുണൈറ്റഡ് ഉതിർത്തത്. അതിൽ 9 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. എന്നാൽ 14 ഷോട്ട് മാത്രമാണ് ബോൺമൗത്ത് ഉതിർത്തത്. അവർക്ക് 9 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ലീഗിൽ യുണൈറ്റഡ് 6-ാം സ്ഥാനത്താണ്, ബോൺമൗത്ത് 13-ാം സ്ഥാനത്തും. ലാ ലീഗയിൽ റയോ വായക്കാനോ റിയൽ ബെറ്റീസ് പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം റയോ വായക്കാനോയുടെ കയ്യിലായിരുന്നു. 18 ഷോട്ടും 12 ഷോട്ട് ഓൺ ടാർഗറ്റുമായി റയോ വായക്കാനോ കളം നിറഞ്ഞപ്പോൾ റിയൽ ബെറ്റീസിന് 8 ഷോട്ടുകളും 4 ഷോട്ട് ഓൺ ടാർഗറ്റുകളും മാത്രമുണ്ടായിരുന്നുള്ളൂ. ഇറ്റാലിയൻ ലീഗിൽ AC റോമയ്ക്ക് വിജയം. കോംബോയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീലിയൻ താരം വിസിലി ഫ്രാൻസിയ 60-ാം മിനിറ്റിൽ AC റോമയുടെ വിജയ ഗോൾ നേടി. 12 ഷോട്ടും 4 ഷോട്ട് ഓൺ ടാർഗറ്റുമായി AC റോമ കളം പിടിച്ചപ്പോൾ 11 ഷോട്ടുകളിൽ നിന്നും വെറും 1 ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് കോമോയ്ക്ക് ഉതിർക്കാനായത്.